പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, യോ ഹോളിനസ് ദലൈ ലാമ, ബഹുമാനപ്പെട്ട മന്ത്രിമാരെ, അഭിവന്യ തിരുമേനിമാരെ, വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ ഒരു സഹോദരി സഭയുടെ അംഗമെന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയുടെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ സമ്മേളനം തീർച്ചയായിട്ടും കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുൻപോട്ട് പോകുവാൻ നിങ്ങളെ തയ്യാറാക്കുമെന്ന് ഞാൻ കരുതുകയാണ്. വിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പ്രവർത്തന പദ്ധതികൾ തീർച്ചയായിട്ടും ഈ പൊതുസമൂഹത്തിന് തന്നെ ഒരു പ്രചോദനം നൽകുന്ന കാര്യമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പ്രത്യേകമായും ഓർമ്മിക്കുന്നത് കഴിഞ്ഞ 10-30 വർഷക്കാലമായി നടന്നു വരുന്ന സഭൈക്യ സമ്മേളനങ്ങളിൽ മലങ്കര ഓർത്തഡോക്സ് സഭ കാണിച്ചിട്ടുള്ള താല്പര്യവും അതിൽ വഹിച്ചിട്ടുള്ള പങ്കാളിത്തവും തീർച്ചയായിട്ടും ഒരിക്കലും വിസ്മരിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായിരുന്നാലും മിശിഹായിൽ വിശ്വസിക്കുന്നവരെല്ലാം ഒന്നായി ചേരുവാനുള്ള തീവ്ര ശ്രമത്തിൽ നമ്മൾ ഏർപ്പെടേണ്ടതാണ്. അത് മിശിഹാ തമ്പുരാൻ്റെ ആഗ്രഹമാണ്, പ്രാർത്ഥനയാണ്, നമ്മുടെ കർത്തവ്യവുമാണ്. ആ രീതിയിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയുമാണ്. എനിക്ക് പറയുവാനുള്ള കാര്യം, ഇന്ന് അഭിവന്യ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി ഇന്ന് മനോരമയിലൂടെ നൽകിയ സന്ദേശത്തിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചത്, ഓരോ വ്യക്തിയുടെയും ആധ്യാത്മികതയിലുള്ള ഒരു പുത്തൻ ഉണർവ്, അതിൻ്റെ ദൈവികമായിട്ടുള്ള അനുഭൂതി എല്ലാ വിശ്വാസികളിലും നിറയുവാനിടയാകട്ടെ എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ സഭയോടുള്ള ഭക്തിയും സഭയോടുള്ള ഉറപ്പും കൂടുതൽ ശക്തമായിട്ട് വരുവാനിടയാകട്ടെ എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. എനിക്കും അതുതന്നെയാണ് പറയാനുള്ളത്. മലങ്കര ഓർത്തഡോക്സ് സഭാ സമൂഹത്തിൽ നമ്മളെല്ലാവരും ഇന്ന് പ്രത്യേകമായി നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടവരാണ്. എന്നും സഭയുടെ ദൗത്യം വിശ്വാസം പരിരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും അത് ശ്രദ്ധയോടെ കൈമാറുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ ദൗത്യത്തിൽ ഇന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ടെന്നത്തെ സാഹചര്യങ്ങളിൽ, ഭൗതികമായ സാഹചര്യങ്ങൾ, നമ്മുടെ സഭകളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന തെറ്റായിട്ടുള്ള പ്രവണതകൾ, അതുപോലെ തന്നെ ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, നമ്മുടെ ഇടയിൽ നിന്ന് ഭൗതികമായിട്ടുള്ള ആസക്തി വളരെയധികം വർദ്ധിച്ചു വരികയാണ്. ധനം സമ്പാദിക്കണം, അതുപോലെ തന്നെ പ്രശസ്തി ഉണ്ടാകണം, ആഡംബരത്തിൽ ഉള്ള ഭ്രമം, ഇതെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ വ്യതിചലിപ്പിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ശക്തികളാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് കൂടുതൽ അറിവും സാങ്കേതിക ജ്ഞാനവുമെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്നുള്ള താൻ പോരിമ ഭാവം വളരുന്ന സാഹചര്യവും ഇന്നുണ്ട്. പഴയ കാലത്ത് ഇംഗ്ലണ്ടിൽ പറയുമായിരുന്നു, ദ വില്ലേജ് കോബ്ലർ ഈസ് ദ വില്ലേജ് എത്തീസ്റ്റ് എന്ന് പറയുമായിരുന്നു. കാരണം സാങ്കേതിക വിദ്യയിൽ തനിക്ക് തന്നെ കാര്യങ്ങൾ സൃഷ്ടിക്കുവാനും നയിക്കുവാനുമെല്ലാം സാധിക്കുമെന്ന് തോന്നുമ്പോൾ മനുഷ്യന് ഏതാണ്ട് ഒരു സൃഷ്ടികർത്താവിൻ്റെ ഭാവം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതും നമ്മൾ ഇങ്ങനെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുവാനിടയാകുന്ന ആന്തരിക പ്രവണതകളാണ്. അതുപോലെ തന്നെയാണ് ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദവും. ദൈവത്തെ നിഷേധിക്കുക മാത്രമല്ല, ദൈവവിശ്വാസത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് കരുതുന്ന ശക്തികളും ഇന്ന് ശക്തമായ പ്രചാരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട കർത്തവ്യമായിട്ടുള്ളത് വിശ്വാസത്തെ സംരക്ഷിക്കുകയും വിശ്വാസത്തെ പരിപോഷിപ്പിക്കുകയും അതുപോലെ തന്നെ ആ വിശ്വാസം ഫലപ്രദമായിട്ട് പുതിയ തലമുറയിലേക്ക് കൈമാറുവാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ അടിയന്തര ആവശ്യമാണ്. ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. അതിൽ നമുക്ക് മുന്നേറുവാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ഈ അവസരത്തിൽ പ്രത്യേകമായി മലങ്കര ഓർത്തഡോക്സ് സഭാ സമൂഹത്തോട് എനിക്ക് പറയുവാനുള്ളത്. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി ഈ സന്ദർഭത്തിലേക്ക്, മഹാസമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിക്കുകയും ഈ ഒരു അവസരം നൽകുകയും ചെയ്തതിന് പ്രത്യേകമായിട്ട് അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടും ഞാൻ നന്ദി പറയുകയാണ്. നല്ലവനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.